വരൂല. പ്രിയമുള്ളവരെ, എന്തായാലും ജനാസ കൊണ്ടുപോയി അടക്കം ചെയ്യും. ആ ഖബറിന്റെ അവസ്ഥ എന്താ? അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, പ്രിയമുള്ളവരെ, ചില വിരോധങ്ങൾ തമാശകൾക്ക് സമയമില്ല. പാരത്രിക ലോകത്തിന്റെ ചിന്തകളിലൂടെ നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞു പോകണം. ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടാക്കാനുള്ള ഒരു നിയ്യത്തോടു കൂടി ഇവിടെ നിന്ന് നമുക്ക് തിരിയണം. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു ഭാഗ്യം തരട്ടെ. പ്രിയമുള്ളവരെ, ഖബറിന്റെ അവസ്ഥ എന്താ? അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. പാരത്രിക ലോകത്തേക്കുള്ള കവാടങ്ങളില്, സ്ഥലങ്ങളിൽ, വീടുകളിൽ ഒന്നാമത്തെ ഭവനമാണ് ഖബർ. റസൂല് പറയുന്നു, ഫഇന്ന ജാമിൻ ഹിസാബുഹു, ഏതെങ്കിലും ഒരാൾ ആ ഖബറിൽ രക്ഷപ്പെട്ടാൽ ഫമാ ബഅദഹു ഐസറു മിൻ, ബാക്കി കടമ്പകളൊക്കെ അവന് എളുപ്പമാണ്, അവൻ രക്ഷപ്പെടുന്നതാ. ഇനി ഖബറിൽ ഒരാൾക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ലെങ്കിലോ ഫമാ ബഅദഹു അശദ്ദു മിൻ, ആ ഖബറിന് ശേഷം അഭിമുഖീകരിക്കേണ്ടി വരുന്ന മേഖലകള് കാഠിന്യമാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടാണ് ഖബർ കണ്ടാൽ കരയണമെന്ന് റസൂലുള്ളാഹി പറഞ്ഞത്. ഖബറിനെ കുറിച്ച് കേട്ടാലൊരു ഞെട്ടലുണ്ടാകണം, മനസ്സിലൊരു ഭയമുണ്ടാകണം. ഖബറിന്റെ അടുക്കലൂടെ നടന്നു പോകുമ്പോ നമ്മൾ അറിയാതെ കണ്ണുനീർ തുള്ളി കവിൾത്തടങ്ങളിലൂടെ ധാരധാരയായി ഒലിക്കണം. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ മാറ്റമുണ്ടാക്കാൻ ഖബർ സന്ദർശിക്കണമെന്ന് അല്ലാഹുവിന്റെ റസൂല് പറയുകയാ. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ കൊടുത്ത ഉപദേശങ്ങളിൽ ഒരു ഉപദേശം കാണാം. അബൂ ഹുറൈറ, നിങ്ങൾ ഖബർ സന്ദർശിക്കണേ, നിങ്ങൾ ഖബറിടങ്ങൾ സന്ദർശിക്കണം. അത് ജീവിതത്തിൽ മാറ്റമുണ്ടാക്കാൻ നല്ലതാ. തിന്മകൾ വർജിച്ച് സന്മാർഗത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കാൻ അത് ഉപകരിക്കുമെന്ന് ഹബീബായ നബിതങ്ങള് അതാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് ഉപദേശം കൊടുക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇന്ന് ഖബർ കണ്ടാൽ പോരാ, ഇന്ന് ഖബറിന്റെ അടുക്കലൂടെ നടന്നു പോയാലും ഇന്ന് അതിനെക്കുറിച്ചൊരു ചിന്ത നമുക്കില്ല, ഖബറിനെ കുറിച്ചൊരു ഭയവും നമുക്കില്ല. വളരെ ചിന്തയുണ്ടാകണം, പാരത്രിക ചിന്തയുണ്ടാകണം. അല്ലാഹുവേ, ഈ 6 അടി മണ്ണിൽ ഞാനും കടക്കുമല്ലോ, എന്നെയും കൊണ്ടുവന്ന് ഈ 6 അടി മണ്ണിലേക്ക് കുഴിച്ചു മൂടുമല്ലോ. ആ ചിന്ത ഓരോ ഖബർ കാണുമ്പോഴും മനസ്സിലുണ്ടാകണം. എന്റെ പ്രിയമുള്ളവരെ, നബിദിനാകുമ്പോ എന്തൊരാവേശമാ! പള്ളിയിൽ ഒരു വഖത്ത് പോലും ജമാഅത്തിന് പള്ളിയിൽ കയറാത്തവൻ നബിദിനത്തിന്റെ സംഘാടകരാക്കിയിട്ട് കൺവീനറോ അതുപോലെ തന്നെ അതിനുവേണ്ടി പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വിങ്ങിലേക്ക് ചെറുപ്പക്കാരെ അങ്ങോട്ട് പറഞ്ഞുവിട്, അടിപൊളിയായിട്ട് നബിദിനം ആഘോഷിക്കും. അടിപൊളിയായിട്ട് കെങ്കേമമാക്കി തരും. നബിദിനം അടിച്ചു പൊളിച്ച് നമ്മുടെ കയ്യിൽ റെഡിയാക്കി തരും. പക്ഷേ പള്ളി കയറാൻ പറയരുത്, പള്ളിയുമായി ബന്ധപ്പെടില്ല, പള്ളിയുമായിട്ട് ഒരു ബന്ധവുമില്ല, ആകപ്പാടെ ബന്ധപ്പെടുന്ന ഇതുപോലുള്ള അവസ്ഥകളിലൊക്കെയാണ്. നബിദിനത്തിന് പോലും വെള്ളമടിച്ചിട്ട് മദ്യപിച്ചിട്ട് രാവിലെ ഇറങ്ങിത്തിരിക്കാറുണ്ട് പ്രവാചക സ്നേഹത്തിന്റെ പേര് പറഞ്ഞിട്ട്. പ്രിയമുള്ളവരെ, പല നാട്ടിലും നമുക്ക് കാണാൻ കഴിയും. പല നാട്ടിലും നബിദിനായി കഴിഞ്ഞാൽ പിന്നെ ഉത്സവമാണ്. പല സ്ഥലങ്ങളിൽ നബിദിനാഘോഷത്തിന്റെ പേര് മാറി നബിദിനോത്സവം എന്ന ബാനറുകളിൽ എഴുതപ്പെടുന്ന ഒരവസ്ഥകൾ. ആ രീതിയിൽ ആഘോഷത്തിമിർപ്പ് കണ്ടിട്ട് പലരും ചോദിച്ചു പോയിട്ടുണ്ട്, എന്റെ ആഘോഷമൊക്കെ മാറി ഇപ്പൊ നബിദിനോത്സവമായിട്ടുണ്ടോ അല്ലെ? ആ രീതിയിൽ ഇസ്ലാമിക വൃത്തത്തിനപ്പുറത്തേക്ക് ആഡംബരത്തിലേക്കും അനാചാരങ്ങളിലേക്കും നബിദിനം ആഘോഷിക്കപ്പെടുന്ന ഒരവസ്ഥ വിവിധ മഹല്ലുകളിലും കാണാൻ കഴിയും. പ്രിയമുള്ളവരെ, പ്രവാചക സ്നേഹത്തിന്റെ പേര് പറഞ്ഞിട്ട് രാവിലെ തന്നെ ഒരു വാഹനം ഏർപ്പാട് ചെയ്തു, വല്ല DCMO അല്ലെങ്കിൽ അതുപോലെ തന്നെ ഏതെങ്കിലും ഐസറോ ഏതെങ്കിലും ഒരു വാഹനം വിളിച്ച് ബുക്ക് ചെയ്ത് അലങ്കരിച്ച് വേണ്ട മൈക്ക് സെറ്റും ബോക്സും എല്ലാം സംവിധാനം റെഡിയാക്കി വെച്ചിട്ട് എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ട് നബിദിനത്തിന്റെ പ്രഭാത സമയത്ത് സുബഹി നമസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് ഇമാം ഇറങ്ങിയിട്ട് ദുആ ചെയ്ത് പറഞ്ഞുവിടും. ആഘോഷത്തിന്റെ പേരില്, നബിദിനത്തിന്റെ പേരിൽ അനൗൺസ്മെന്റുമായിട്ട് ഇങ്ങനെ ജനങ്ങൾ ഇറങ്ങിത്തിരിക്കും, ചെറുപ്പക്കാർ ഇറങ്ങിത്തിരിക്കും. രാവിലെ ഇറങ്ങിയാൽ പാതിരാത്രി 12 മണിക്കോ 1 മണിക്കോ ആയിരിക്കും മടങ്ങി വരിക. പള്ളിയിൽ നിന്ന് ഇറങ്ങിത്തിരിക്കുമ്പോ ഉസ്താദും കമ്മിറ്റിക്കാരും ഒക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് നല്ല ഏതെങ്കിലും മൗലിദിന്റെ ഈരടികൾ അങ്ങോട്ട് വിട്ടുകൊടുക്കും. മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം.
അത് കേൾക്കുമ്പോ എന്തായാലും ഈമാനുള്ള ചെറുപ്പക്കാരാ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവരെ ഭാവി വാഗ്ദാനങ്ങളായി അല്ലാഹു തആല കബൂലാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി മനസ്സ് നിറഞ്ഞ് സന്തോഷിക്കും. അല്ലാഹു ഇങ്ങനെ ചെറുപ്പക്കാരെ നീ നൽകിയല്ലോ. പള്ളിയും പള്ളിയുടെ കോമ്പൗണ്ടൊക്കെ അങ്ങോട്ട് വിട്ടു മാറുമ്പോഴത്തേന് പിന്നെ മൗലായ സല്ലി വസല്ലീം അസ്സലാത്തു വസ്സലാം ഒക്കെ അങ്ങ് മാറും. പിന്നീട് നല്ല പാട്ടാണ്, പിന്നെ ആൽബത്തിന്റെ അവളാണ് ഫാത്തിമ, പിന്നെ അങ്ങനെ പാട്ട് വേറെ രീതിയിലുള്ള ശൈലിയിലേക്കുള്ള പാട്ടുകളായി. അതുകൂടി കഴിഞ്ഞ് അങ്ങ് നബിദിന ആഘോഷത്തിന്റെ മൂർധന്യാവസ്ഥയിലെ പാരമ്പര്യയിൽ എത്തി നിൽക്കുമ്പോ പിന്നെ പാട്ട് കാണൂല, ഇടി മാത്രം. വെസ്റ്റേൺ മ്യൂസിക്കാണ്, ചങ്കിന് കൊള്ളുന്ന ഇടിയാണ്. ഏതെങ്കിലും 2 അറ്റാക്ക് വന്നവർ അതിലെ നടന്നു പോയാൽ 3ാമത്തെ അറ്റാക്ക് ഉറപ്പാണ്. ആ രീതിയിൽ യാത്രക്കാരുടെയും മറ്റും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന നിലയിൽ വെസ്റ്റേൺ മ്യൂസിക് ഇട്ടുകൊണ്ട് നബിദിനം ആഘോഷിക്കുന്ന ചെറുപ്പക്കാർ ഒരു സ്ഥലത്ത് വാഴ്ന്നു കഴിഞ്ഞ് മടങ്ങി വരുമ്പോ ഒരു സ്ഥലത്ത് ഭയങ്കര മുദ്രാവാക്യവും ബഹളവും കോൽക്കളിയും എല്ലാം ഉണ്ട്. അതിനിടയ്ക്ക് ഒരു ചെറുപ്പക്കാരന്റെ മുദ്രാവാക്യം ശ്രദ്ധിച്ചു, കോൽക്കളിയും ബഹളവും. അതിനിടയ്ക്ക് ആവേശത്തോടെ അത്യാഹ്ലാദത്തിൽ ഇങ്ങനെ 2 കൈകളും ഉയർത്തിയിട്ട് മുദ്രാവാക്യം വിളിക്കുകയാണ്. ഉലൂത്തൊക്കെ പേര് വിളിക്കുന്നു. അതിനിടയ്ക്ക് ഒരു മുദ്രാവാക്യം കേട്ടു, എ പി മുഹമ്മദ് സിന്ദാബാ, എ പി മുഹമ്മദ് സിന്ദാബാ, എ പി മുഹമ്മദ് സിന്ദാബാ. ഇതെന്താ പരിപാടി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതങ്ങൾക്ക് ഇനിഷ്യൽ ഇട്ട് കൊടുത്തു. എ പി അബൂബക്കർ ഉസ്താദെന്നും ഇ കെ അബൂബക്കർ ഉസ്താദെന്നും അങ്ങനെ ഓരോരുത്തരുടെ ഇനിഷ്യൽ നമ്മൾ കേട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതങ്ങൾക്ക് ഇങ്ങനെ എ പി മുഹമ്മദ് എ പി മുഹമ്മദ് എന്ന് പറയുന്ന ആദ്യമായിട്ട് കേൾക്കാം. അപ്പൊ ആദ്യമൊന്നും കത്തിയില്ല. ഇത് കഴിഞ്ഞപ്പോൾ ചിന്തിച്ചപ്പോഴാണ് മനസ്സിലായത് എ പി എന്ന് പറഞ്ഞാൽ അന്ത്യപ്രവാചകൻ. അപ്പൊ അന്ത്യപ്രവാചകൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കാനുള്ള സമയമില്ല. അല്പം 50 പിടിപ്പിച്ചിട്ടാ കയറി നിൽക്കുന്നത്. ഇതാകുമ്പോ മുദ്രാവാക്യം വിളിക്കാൻ ഒരു രസമുണ്ട്. എ പി മുഹമ്മദ് സിന്ദാബാ, എ പി മുഹമ്മദ് സിന്ദാബാ. നമ്മുടെ സമുദായത്തിന്റെ മക്കളുടെ നബിദിനാഘോഷമാണ്. അല്ലാഹു തആല മോചനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പറയാതിരിക്കാൻ കഴിയൂല പ്രിയമുള്ളവരെ, പറയാതിരിക്കാൻ കഴിയൂല. ലഹരി പദാർത്ഥങ്ങൾ മദ്യമെന്നല്ല, ലഹരി പദാർത്ഥങ്ങൾ ഏത് പേരിലും ഏത് രൂപത്തിലും ഏത് ഭാവത്തിലും നിങ്ങൾ കൊണ്ടു നടന്നാലും ഉപയോഗിച്ചാലും നിന്നെ ഉന്മാദത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന വസ്തുവാണെങ്കിൽ അത് ചുണ്ടിനിടയിലാകട്ടെ നാക്കിനിടയിൽ തിരുമിയാലും എവിടെ തിരുമാനിടയുണ്ടോ അവിടെയൊക്കെ തിരുമാൻ വേണ്ടി കൊണ്ടു നടക്കുന്ന പാന്റിന്റെ ഷർട്ടിന്റെ പോക്കറ്റ് ഇട്ടുകൊണ്ട് നടക്കുന്ന അത് കഞ്ചാവാണെങ്കിലും ബ്രൗൺ ഷുഗർ ആണെങ്കിലും തമ്പാക്കാണെങ്കിലും ശംഭു ആണെങ്കിലും പാൻപരാഗാണെങ്കിലും കറുപ്പാണെങ്കിലും എന്താണെങ്കിലും നിന്നെ മയക്കുന്ന വസ്തു അത് ഹറാമ് തന്നെയാണ്, അത് നിഷിദ്ധം തന്നെയാണ്. റമദാനില് ശ്രദ്ധിക്കണം, ചെറുപ്പക്കാര് പള്ളിയിൽ വരും. ഞാൻ എല്ലാവരെയും അടച്ചാക്ഷേപിക്കുകയല്ല. ചില ആളുകൾ അതിനു വേണ്ടി തന്നെ വരാറുണ്ട്. സുജൂദൊക്കെ ചെയ്യുമ്പോ പാന്റിന്റെ ഷർട്ടിന്റെ ഒക്കെ പോക്കറ്റ് ചെയ്യുന്ന പള്ളി നിലത്തേക്ക് വീഴും. സാധാരണ നമ്മുടെ പോക്കറ്റ് ചെയ്യുന്ന മൊബൈലോ അല്ലെങ്കിൽ വല്ല ലൈസൻസിന്റെ കാർഡോ അല്ലെങ്കിൽ അതുപോലെ പൈസ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും നമ്മുടെ മുമ്പിലേക്ക് വീഴുന്നത്. ചെറുപ്പക്കാരുടെ മുമ്പിൽ ചെന്ന് നോക്കിയാൽ വല്ല ശംഭുവിന്റെയും പാൻപരാഗിന്റെയും കവറായിരിക്കും. ഇതെവിടെ തിരുമ്പി ചിലപ്പോൾ മറന്നുപോകും. ചിലപ്പോൾ മൂത്രപ്പുരയിൽ വെച്ചിട്ടായിരിക്കും കയറി വരും. നിസ്കാരം കഴിഞ്ഞ് എടുത്തുകൊണ്ട് പോകാൻ ചിലപ്പോൾ മറന്നുപോകും. തിരുമിട്ടായിരിക്കും കയറുന്നത്. എന്തിനേറെ തറാവീഹ് നമസ്കാരത്തിന് പോലും 20 റക്അത്ത് ഹാഫിളിന്റെ പിന്നിൽ നമസ്കരിക്കേണ്ട ഗതികേട് വന്നു പോയാൽ ചിന്തിക്കുന്ന ആളുകളുണ്ട്. ഹാഫിദിനെ പള്ളിയിൽ നിർത്തുമ്പോൾ ഒരു കൂട്ടം ആളുകൾ ചിന്തിക്കുന്നു, ഇനി 2 മണിക്കൂർ പോയി, പിന്നെ പോകാതിരിക്കാനും പറ്റില്ലല്ലോ. പോകും. പോയിട്ട് ചിലപ്പോൾ അങ്ങോട്ട് തിരുമി ഇടലോട്ട് കയറ്റി വെച്ചാൽ അൽഹംദുലില്ലാ റാഹത്ത്. 20 40 റക്അത്ത് നമസ്കരിച്ചാൽ ഒരു വിഷയമില്ല. സുജൂദൊക്കെ അങ്ങ് നീണ്ടുപോയെങ്കിൽ എത്രയോ നന്നായിരുന്നേനെ എന്ന് ആഗ്രഹിച്ചു പോകുന്നൊരവസ്ഥ. പ്രിയമുള്ള സഹോദരങ്ങളെ, വസ്ത്രധാരണമാണെങ്കിലും അതിലും അപ്പുറം. ആണിന്റെയും പെണ്ണിന്റെയൊക്കെ വസ്ത്രധാരണങ്ങളോ അത് അതിനപ്പുറമാണ്. പുരുഷന്മാരൊക്കെ വസ്ത്രം ധരിച്ചു കൊണ്ടുവരാറുണ്ട്. എന്തൊക്കെ മോശമായ രീതിയിൽ വസ്ത്രങ്ങള്. പുരുഷന്മാര് പോലും കണ്ട മുഴുവൻ ആളുകളെയും മുഴുവൻ കായിക താരങ്ങളെയും സിനിമാ താരങ്ങളെയും കണ്ടിട്ട് അതുപോലെ അനുധാവനം ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുന്ന ചെറുപ്പക്കാര് കണ്ണം കാലം കഴിഞ്ഞിട്ട് 2 മീറ്റർ നിലത്തൂടെ വലിച്ചടയ്ക്കുന്ന ജയന്റെ മോഡൽ പാൻറ് ഇട്ടിട്ട് വേളാവൂര് മുതൽ ജംഗ്ഷൻ വരെ നടന്നു പോയാൽ റോഡിൽ ചാണകവും മാലിന്യം തുപ്പലും എല്ലാം അവന്റെ പാൻറിന്റെ അറ്റത്ത്. തലേ ദിവസം പഴന്നു കേട്ട് നമസ്കാരം ഒഴിവാക്കരുതെന്ന് വേളാവൂര് തൈക്കാവിലെത്തുമ്പോൾ അവിടെ ബാങ്ക് വിളിക്കും. മുഖത്ത് പള്ളിയിൽ കയറി നമസ്കരിക്കാൻ വേണ്ടിയിട്ട് പാൻറ് അങ്ങോട്ട് ചുരുട്ടി മുട്ടുവരെ പൊക്കി വെക്കും. എന്നിട്ട് ഒന്നും എടുത്തിട്ട് നമസ്കരിക്കും. ഒന്നും എടുക്കുന്ന കാര്യങ്ങളൊക്കെ രസമാണ്. കൈയൊക്കെ മടക്കി വെച്ചാൽ ഇതിനപ്പുറത്തേക്ക് കൈ പൊങ്ങൂല. ഇത്രയേ ഉള്ളൂ. മുഖമൊക്കെ ഒരു പരിധി വരെ കഴുകിയിട്ട് തലമുടിയൊക്കെ തീ ഒതുക്കി വെച്ചിരിക്കുന്ന തലമുടി തൊടൂല, ഫർളാണ്. തലമുടി തടകല് ഫർളാണ്. ആ ഭാഗത്തേക്ക് തൊടൂല. കാലൊന്നും കഴുകുന്നതൊക്കെ ഒന്ന് പൈപ്പിന്റെ മുന്നിൽ വെച്ചു കൊടുക്കും. എന്നിട്ട് കൈ കെട്ടും. സുബ്ഹാനല്ലാഹ്. പിറകിൽ നിൽക്കുന്നവനെങ്ങാനും അബദ്ധവശാൽ ഒന്ന് കണ്ണു തുറന്നു പോയാൽ ചിലർ ഈമാൻ കൊണ്ടങ്ങ് കണ്ണടയ്ക്കും. കണ്ണടയ്ക്കണം നിർബന്ധമൊന്നുമില്ല. ഈമാനിന്റെ പേരിൽ കണ്ണടച്ചെന്നോർത്ത് വിരോധമില്ല. കണ്ണു തുറന്നു തന്നെ നിൽക്കണമെന്നാണ്. അപ്പൊ അങ്ങനെ കാണാൻ സുജൂദിന്റെ സ്ഥാനത്ത് നോക്കുന്നവൻ ഒരൽപ്പം കൂടി മുമ്പോട്ട് നീട്ടി നോക്കിയാൽ റുക്കൂവിന്റെയും സുജൂദിന്റെയും സമയത്ത് റുക്കൂവിന്റെയൊക്കെ സമയത്ത് ഇവന്റെ പോസ്റ്റ് ഓഫീസ് വിളിയില്ല. കാരണം എന്താ? ഇവനിട്ടിരിക്കുന്ന
ഉപയോഗിക്കുന്ന പാൻറ് ഒരു പരിധി വരെ കയറൂ, അതിനപ്പുറത്തേക്ക് കയറൂല. കാരണം PVC പൈപ്പ് ഉരുക്കി പിടിപ്പിക്കുന്ന മാതിരിയുള്ള പാൻറ്റാണെന്ന്. ഇതിട്ടോട് നേരെ ചൊവ്വയിൽ നിന്ന് മൂത്രമൊഴിക്കാൻ കഴിയുന്നുണ്ടോ? ഇരുന്ന് മൂത്രമൊഴിക്കാൻ കഴിയുന്നുണ്ടോ? പാൻറിനകത്ത് കിടന്നിട്ട് ഇപ്പം വീർപ്പ് മുട്ടുകയാൽ മൂത്രം ഒഴിച്ചിട്ട് അവസാനം വെള്ളം കോരി ഒഴിച്ച് പള്ളിയിലേക്ക് വന്ന് റുക്കൂഉം സുജൂദും ചെയ്യുമ്പോൾ അടുത്ത മൂത്രത്തിന്റെ തുള്ളികളെ പാൻറിലേക്ക് വിരട്ട് അവന്റെ നിസ്കാരം ബാത്തില്, അടുത്ത് വെക്കുന്നവന്റെ ബാത്തില്, മൊത്തത്തിൽ ബാത്തിലാണ്. പാൻറ് ഷർട്ട് ഒരു പരിധി വരെ ഇറങ്ങും, പിന്നെ താഴോട്ട് ഇറങ്ങൂല. എന്നാൽ ഇതിനടിയിൽ വല്ല സാധനം അടിയിലിരുന്ന സാധനം വാങ്ങിച്ചിടുമോ? അതും ചെയ്യൂല. ഇങ്ങനെ എന്തൊക്കെ പേക്കോലങ്ങൾ കാണിച്ചിട്ട് ആരുടെയൊക്കെയോ അനുയായികളായിട്ട് ആരെയൊക്കെ വാരിപ്പുണരാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്ന ഈ അഭിനവ സമുദായം, ഈ അഭിനവ യുഗത്തിലെ എന്റെ ചെറുപ്പക്കാരെ നിനക്ക് പിൻപറ്റാൻ മാതൃകായോഗ്യൻ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തൊക്കെ കോലങ്ങളാ! മുടിയൊക്കെ ഓരോ സ്റ്റൈലിൽ വെട്ടി ഒതുക്കി ചിലരുടെയൊക്കെ മുഖം വികൃതമാക്കും, അള്ള തന്ന സൗന്ദര്യം വികൃതമാക്കുന്നൊരവസ്ഥ. മീശയും താടിയൊക്കെ ഒരു കോലത്തിൽ വരച്ചു വെട്ടി കണ്ടാ മുഖത്തെ തുപ്പു, റോഡി തുപ്പു. ആ രീതിയിൽ അള്ള തന്ന സൗന്ദര്യം വികൃതമാക്കി കളയുന്ന ചെറുപ്പക്കാരും. സ്ത്രീകളാണെങ്കിൽ മറുഭാഗത്ത് പർദ്ദയുടെ പേര് പറഞ്ഞിട്ട്, ഇന്ന് പർദ്ദയുടെ പേരിൽ ഇന്ന് ചൂഷണമാണ്, ഇന്ന് പർദ്ദാ വിപ്ലവം എന്ന് പറഞ്ഞിട്ട് പർദ്ദയുടെ